അപ്പൊ ഞാൻ ഓഡീഷന് പോണു. അപ്പൊ എന്റെ മനസ്സിലൊരു സെറ്റപ്പ് വേറൊരു രീതിയിലാണ്. ഭയങ്കര ഓഫീസ് പോലത്തെ സ്ഥലമായിരിക്കും. ആളുകൾ വന്ന് അങ്ങനെയൊക്കെയാ ചിന്തിച്ചു പോണേ. പക്ഷെ നമ്മളൊരു വീടിന്റെ ഒരു ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നത്. അതിന്റെ സൈഡിൽ ഒരു മാവിന്റെ ചോട്ടില് ഒരു ഒരു ചെറിയ പാറ ഉണ്ടായിരുന്നു. ആ പാറയുടെ മുകളിൽ എത്തിയിട്ടാണ് നമ്മൾ ഓഡീഷൻ. എക്സാക്ട്ലി മൂവിയിലുള്ള സീനല്ല. നമ്മൾ രണ്ടാളും കൂടി ബസ്സിൽ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു നിന്റെ കൂടെയുള്ള ആൾക്ക്. അപ്പൊ നിനക്കാണെങ്കിൽ ആ മെസ്സേജ് അയച്ച പയ്യനോട് ഭയങ്കര പ്രേമുണ്ട്. അപ്പൊ നീ എങ്ങനെയാ റിയാക്ട് ചെയ്യാ? പറയുമ്പോൾ അത് രാജേഷ് തന്നെ ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. I mean, രാജേഷിന്റെ ഇങ്ങനൊരു സിറ്റുവേഷൻ രാജേഷ് എങ്ങനെയായിരിക്കും പറയണ്ടാവും ഒരു പക്ഷേ. അതെ അതെ അതുണ്ട് കേട്ടോ. അതിന്റെ സ്വാധീനം എന്തായാലും ഉണ്ട്. എനിക്ക് തോന്നുന്നു രാജേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നു. എനിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ആ രാജേട്ടൻ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സീൻ വൺ ഓഫ് ദ റിസ്കിയസ്റ്റ് സീൻ ആണെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു. അത് മതിയോ, അത് ശരിയായില്ല എന്നൊക്കെ ചിന്തയായിരുന്നു. രാജേട്ടനോട് വെച്ചപ്പോൾ രാജേട്ടൻ ഇങ്ങനെ എടാ കുഴപ്പമില്ലടാ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. ഞാൻ രാജേഷ് ഏട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും. എനിക്കും ഇതിനകത്തൊരു ഭാഗമാവാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടായി വന്നല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതിൽ ഓരോ ആളുകളെ ആലോചിച്ച് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അവരെല്ലാവരെയും എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ എല്ലാവരെയും. ഞാൻ എല്ലാവരുടെ അടുത്തും വർത്താനം പറയുന്ന എല്ലാവരോടും ഭയങ്കര എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കണേ. ഇഷ്ടം അല്ലാത്ത ആൾക്കാരുണ്ടാവും എനിക്കറിയില്ല. അപ്പൊ ഇവരെയൊക്കെ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഓ വാവ്, എന്ത് അടിപൊളിയായിട്ട് ഈ മനുഷ്യന്മാര് ഓരോ കഥാപാത്രങ്ങളെ കൊണ്ട് നടക്കുന്നത്. അത് അതിലും ഭംഗിയായിട്ട് അതിനെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ രാജശേഖരൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മുടെ ലൈഫിൽ അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ല. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on and join us now. Media Mathamgi. നമുക്കിപ്പം വർഷ വത്സനുണ്ട്, ആക്ടറാണ്. പെണ്ണും പൊറാട്ടും കണ്ടവര് ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തൊരു കഥാപാത്രത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു വർഷ വെൽക്കം. താങ്ക് യു താങ്ക് യു. വർഷ ആദ്യം പെണ്ണും പൊറാട്ടും കാണുന്നത് എവിടെ? IFFK-യിലായിരുന്നോ? അതെ IFFK-യിലാണ് കാണുന്നത്. അവിടെ എങ്ങനെയുണ്ടായിരുന്നു? എന്റെ ക്രൂ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫീഡ്ബാക്കും ഇതൊക്കെ, ഹൗ ഡിഡ് യു ഫീൽ? ഞാൻ ആക്ച്വലി സെക്കൻഡ് ഷോയ്ക്കാ പോയത്. അപ്പം നല്ല ക്രൗഡായിരുന്നു തിയേറ്ററിൽ. അപ്പം ഞാനും സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടാ എക്സ്പീരിയൻസ് ചെയ്യണേ. ഞാൻ എന്റെ പോർഷൻ എനിക്കറിയാം എന്താ ചെയ്തിട്ടുള്ളതെന്നല്ലാതെ ആ മുഴുവൻ സിനിമ എന്താന്നുള്ളതിനെ പറ്റി എനിക്ക് ഒരു ധാരണയില്ല. അപ്പൊ ഞാൻ IFFK-യിൽ പോയിട്ട് ആദ്യമായിട്ട് ആണ് സിനിമ കാണുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഓഡിയൻസ് എങ്ങനെയാ റിയാക്ട് ചെയ്യണേ എന്ന് ചിന്തിക്കാൻ മാത്രം എനിക്ക് ആ സിനിമ പരിചയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സിനിമ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പുറത്ത് എല്ലാവരും ആസ്വദിക്കുന്നത് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാനായിരുന്നു അതിൽ കൂടുതൽ എന്താ പറയുക ഇൻവോൾവ് ആയി പോയത് സിനിമയിൽ. പുറത്തിറങ്ങിയപ്പോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരുപാട് പേര് വന്നു നമ്മളുടെ അടുത്ത് സംസാരിക്കാൻ. ഒരുപാട് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഭയങ്കര രസമായിട്ട്. അപ്പൊ സന്തോഷം തോന്നി. ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മളെ ഡയറക്ടറിനെ നമ്മളടുത്ത് വന്ന് സംസാരിക്കുന്നതിലാണ് ഏറ്റവും. രാജേഷേട്ടനെ അന്നാണ് ഞാൻ കുറച്ച് സമയത്തിന് ശേഷം കാണുന്നതും അന്നാണ്. അപ്പൊ ഷോ കഴിഞ്ഞ് രാജേഷേട്ടൻ വന്നിട്ട് നല്ലതായിരുന്നുടാ, നന്നായിരുന്നു എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് എനിക്ക് ആ സമയത്ത് കിട്ടിയ ഒരെണ്ണം ഓർമ്മയിലുള്ളത്. സാധാരണ ഒരു സിനിമ കാണുന്നതിന്റെ പോലെയല്ല പെണ്ണും പൊറാട്ടിനും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും ഒരു അപ്രോച്ചും ഒക്കെ വ്യത്യസ്തമായിരുന്നു. ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഫോക്കസ്ഡ് അല്ലാത്ത ഒരു പെർഫോമൻസും ആയിരുന്നു. ആ നിലയ്ക്ക് സിനിമയെ എങ്ങനെയാ കണ്ടത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നിയത്? ഭയങ്കര രസമുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനൊരു വല്ലാത്തൊരു ധൈര്യം വേണം. ഇത്ര റോ ആയിട്ടുള്ള പൊതുസമൂഹം അങ്ങനെ കണ്ട് ശീലിച്ചിട്ടുള്ള മനുഷ്യ ശരീരങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ആലോചിക്കുന്നു.
അതില് ഒരുപാട് ആൾക്കാരെ പുതിയ രീതിയിൽ ആദ്യമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ അതിനകത്തേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെ വെച്ചിട്ട് ഒരു ഗംഭീര സിനിമ അതിന്റെ പുറത്ത് ഉണ്ടായി വരുന്നു എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഭയങ്കര ക്രാഫ്റ്റ് വേണ്ട ഒരു പരിപാടിയാണ്, അതേപോലെ ഭയങ്കര ധൈര്യം വേണം. ഇത് ഞാൻ ഫുൾ ഓഫ് ചെയ്യാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു സാധനം. അതെനിക്ക് രാജേട്ടനോടും രവിയേട്ടനോടും എല്ലാവരും അതിന്റെ പിറകിൽ വർക്ക് ചെയ്ത നമ്മളെല്ലാരും വിശ്വസിച്ച് ആ സിനിമ എടുക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാവരോടും എനിക്ക് അതിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വാവ് ഫീലിംഗ് ഉണ്ട് എനിക്ക്. അങ്ങനത്തെ ഒരു സിനിമ നമ്മള് എല്ലാം പുതുമുഖങ്ങള് അങ്ങനത്തെ ഒരു പാലക്കാടിന് നമ്മൾ പൊതുവില് ഇങ്ങനത്തെ ഒരു ടെറൈനിലല്ലല്ലോ നമ്മൾ പാലക്കാടിനെ കണ്ട് ആസ്വദിച്ചിട്ടുള്ളത്. നമുക്ക് എപ്പോഴും മറ്റേ പാടവും മനയും ഇല്ലങ്ങളൊക്കെയുള്ള ഒറ്റപ്പാലം വള്ളുവനാടൻ ഭാഷ സംസാരിക്കുന്ന ഒരു പാലക്കാടിനെ നമുക്ക് പൊതുവെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ കേട്ടോ. എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ എനിക്ക് അതിനകത്ത് അറിവില്ല. അപ്പം അതിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ഒരു ടെറൈനിൽ കൊണ്ട് നമ്മളൊരു സിനിമ വെക്കുക, ഭയങ്കര റോ ആയിട്ടുള്ള തനി പാലക്കാടൻ ഭാഷ സംസാരിക്കുന്ന കുറെ മനുഷ്യര് പല വ്യത്യസ്ത രൂപമുള്ള ആൾക്കാരിനെ കൊണ്ട് പ്ലേസ് ചെയ്യാന്നൊക്കെ പറയുമ്പോ അത് കണ്ടിരിക്കാനുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് അത് ഭയങ്കര പുതിയതാണ് കണ്ണിന്. അതങ്ങനെ എന്താ പറയാ, നമുക്ക് അങ്ങനെ നമ്മള് ഞെട്ടിപ്പോകുന്ന കുറെ സമയമുണ്ട്. അത് അങ്ങനത്തെ ഒരു സിനിമയുടെ പാർട്ടാവാൻ പറ്റിയത് അത് സെപ്പറേറ്റ് സന്തോഷാ. അതിൽ ഞാനും ഉണ്ട് അങ്ങനത്തെ ഒരു അത്ര ഒരാള് ഞാനാണ് എന്ന് ആലോചിക്കുമ്പോ നമുക്കൊരു എന്താ പറയാ, അതൊരു എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സന്തോഷം തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഇത്ര നല്ലൊരു സിനിമ, ഇത്ര റോ ആയിട്ടുള്ള പുതിയൊരു കാഴ്ച തരുന്ന ഒരു സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നതാണ്. അതൊരു വല്ലാത്തൊരു പരിപാടിയായിരുന്നു. ഇതിന്റെ ഓഡിഷനെ കുറിച്ച് പറയൂ. ഈ ക്യാരക്ടറായിട്ട് തന്നെയാണ് ഓഡിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഈ ക്യാരക്ടറായിട്ടല്ല ഓഡിഷൻ ചെയ്തത്. ആക്ച്വലി എന്റെ ഓഡിഷൻ കഥ കുറച്ച് ഞാൻ പഠിക്കുകയായിരുന്നു ആ സമയത്ത്, PG. അപ്പൊ ഞാൻ ഡയറക്ഷനാണ് ഓപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ പഠിക്കുന്നതിൽ ട്രിപ്പായി പോയി. അവിടെ ഹൈദരാബാദാണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കോൾ വരുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് ഒന്നും മനസ്സിലാവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഞാൻ അപ്പൊ പോയിക്കൊണ്ടിരിക്കണേ. എന്നെ സംബന്ധിച്ച് ഞാൻ അത് പിന്നെ ചെയ്യാം. ഞാൻ തിയേറ്റർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ എനിക്ക് അതിനോടൊരു ചായ്വ് കൂടുതലായി എപ്പോഴും. സിനിമ ഇഷ്ടമല്ല, സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സിനിമ കാണുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ആ സമയത്ത് എനിക്ക് അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായില്ല. ഓക്കെ, ഇത് ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് ആണ്, ഇതിലേക്കാണ് നമ്മളെ ഓഡീഷന് വേണ്ടി വിളിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കാനുള്ള ഒരു പാകത എനിക്കന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്നെ എല്ലാ മാസവും ഇവര് വിളിക്കും. എനിക്ക് എന്റെ ഒരു സുഹൃത്തും കൂടി ആയിട്ടുള്ള സതീഷ് പുളിക്കയാണ് കാസ്റ്റിംഗ് ഡയറക്ടറിൽ ഒരാള്. മൂപ്പര് എല്ലാ മാസവും ഒരു വട്ടം വിളിക്കും, എടി നീ ഒന്ന് വാ. അപ്പോഴൊക്കെ ഞാൻ പോവില്ല. പിന്നെ ഒരു ദിവസം എന്തോ ഞാൻ നാട്ടിൽ വന്ന സമയത്ത് കൃത്യമായിട്ട് ഇവർ ഒരു വട്ടം എന്നെ വിളിച്ചു, നീ വരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ എന്തുകൊണ്ടോ എനിക്ക് ഓക്കെ ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാ. അപ്പം അതാണ് എന്റെ ലൈഫില് എനിക്ക് തോന്നുന്നു, ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ 1-2 ഓഡീഷൻ അവിടെ നടക്കുന്ന സമയത്ത് പോയിട്ട് ഹായ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെന്നല്ലാതെ ഞാനൊരു പ്രോപ്പർ ഓഡീഷൻ ഞാൻ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഓഡീഷന് പോണു. അപ്പൊ എന്റെ മനസ്സിലൊരു സെറ്റപ്പ് വേറൊരു രീതിയിലാണ്, ഭയങ്കര ഓഫീസ് പോലത്തെ ഒരു സ്ഥലമായിരിക്കും, ആളുകൾ വന്ന് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോണേ. പക്ഷെ നമ്മളൊരു വീടിന്റെ ഒരു ആശ്രമം എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന, അതിന്റെ സൈഡിൽ ഒരു മാവിന്റെ ചോട്ടില് ഒരു ചെറിയ പാറ ഉണ്ടായിരുന്നു. ആ പാറയുടെ മുകളിൽ ഇരുത്തിയിട്ടാണ് നമ്മൾ ഓഡീഷൻ ചെയ്തത്. ഞാൻ ചെയ്ത ക്യാരക്ടർ, ഞാനിപ്പോ സിനിമയിൽ ചെയ്ത ക്യാരക്ടറിന്റെ ഓഡീഷൻ അല്ല ഞാൻ ചെയ്തത്. അപ്പൊ ചെയ്തപ്പോ എന്നെ സംബന്ധിച്ച് നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പുതിയൊരു എന്താ പറയാ, പുതിയൊരു അന്തരീക്ഷത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുകയാണല്ലോ. നമ്മൾ അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫോമിലാണ് അത് പോയിക്കൊണ്ടിരിക്കണേ, മുന്നിൽ ക്യാമറ. അപ്പൊ നമുക്കൊരു അതൊരു പുതിയൊരു രസമുള്ള ഒരു കാര്യമായിരുന്നു. ഓഡീഷൻ ചെയ്തത് ആ ക്യാരക്ടർ അല്ല, പക്ഷെ കിട്ടിയപ്പോ അത് കുറച്ചുകൂടി രസമായിട്ടുള്ള പരിപാടിയാണ്. എന്താ പെർഫോം ചെയ്യാൻ പറഞ്ഞത് എന്തായിരുന്നു? മറ്റേ നമ്മളുടെ മീനാകുമാരിയുടെ അക്ഷയുടെ ക്യാരക്ടർ അല്ലേ, അക്ഷയുടെ ക്യാരക്ടറിന്റെ സീനാണ് ഞാൻ ചെയ്തത്. ആക്ച്വലി എക്സാക്ട്ലി മൂവിയിലുള്ള സീനല്ല. നമ്മൾ രണ്ടാളും കൂടി ബസ്സിൽ പോവാണ്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നു നിന്റെ കൂടെയുള്ള ആൾക്ക്. അപ്പൊ നിനക്കാണെങ്കിൽ ആ മെസ്സേജ് അയച്ച പയ്യനോട് ഭയങ്കര പ്രേമുണ്ട്, അപ്പൊ നീ എങ്ങനെയാ റിയാക്ട് ചെയ്യുക? അങ്ങനത്തെ ആ ഒരു പോർഷനാണ് ഞാൻ ചെയ്തത്. സുമയുടെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടേ ഇല്ല.
ഒരു ഒരു സാധനം പോലും ചെയ്തിട്ടില്ല. ഞാൻ ആകെ മീനാകുമാരിയുടെ ക്യാരക്ടറാണ് പിടിച്ചത്. ഇതില് ഈ ക്യാരക്ടറെ കുറിച്ച് രാജേഷ് എന്താ പറഞ്ഞത്? അതായത് ഇതെല്ലാം കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്തു ഈ ക്യാരക്ടർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറിനെ കുറിച്ച് പക്ഷെ ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ടാവുമല്ലോ, ഇതാണ് ക്യാരക്ടർ എന്നുള്ളത്. അപ്പൊ അതനുസരിച്ചാണല്ലോ പെർഫോം ചെയ്യാം. രാജേട്ടന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വിളിച്ചിരുത്തിയിട്ട് എടാ ഈ കഥാപാത്രം ഇന്നതാണ്, ഇന്ന പോലെയാണ് എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി നമ്മളുടെ ഉള്ളിലേക്ക് ഒരു സാധനം ഇൻജെക്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നണേ. നമ്മളെ സ്വാഭാവികമായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് ആള് പറഞ്ഞു വിട്ടു. അപ്പൊ നടക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് ഏറ്റവും ഭംഗിയായിട്ട് വിവരിച്ചു തരും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ രണ്ടാൾക്കാരാണ്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഇതേ പട്ടിയൊക്കെ ഇറങ്ങിയിട്ട് അപ്പൊ നിങ്ങൾ എന്താ വെച്ചാ ചെയ്തോളാൻ പറയും. സിറ്റുവേഷന് നമ്മളെ ഏറ്റവും കംഫർട്ടബിൾ ആക്കും. സിറ്റുവേഷനെ പറ്റി നമുക്ക് ഒരു ഡൗട്ടും ഉണ്ടാവില്ല. അപ്പോ അതിലേക്ക് സ്വാഭാവികമായിട്ട് ആ ക്യാരക്ടറിന്റെ എലമെന്റ് നമുക്ക് അറിയാലോ, ഇങ്ങനത്തെ ഒരു സ്ഥലമാണ്, ഇങ്ങനെ ഒരു അമ്മയാണ്, അപ്പൊ അവർ വന്ന് ദേഷ്യപ്പെട്ട് വരികയാണ്, അവിടെ നിന്ന് ഇതേ വരികയാണ്, പ്രശ്നക്കേട് നടന്നിങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാ അത് ഫുൾ ഓഫ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ സെയിം ടൈം നമ്മളെ കംപ്ലീറ്റ് നമ്മളുടെ സൗകര്യത്തിന് വിട്ടിട്ടുമില്ല കേട്ടോ ക്യാരക്ടറിന് വേണ്ടിയിട്ട്. ആൾക്ക് വേണ്ടത് ഏറ്റവും ഭംഗിയായിട്ട് നമ്മളുടെ അടുത്ത് കൊത്തിയെടുക്കാൻ അറിയുന്ന ഒരാളാണ്. അതിന് ഏറ്റവും എനിക്ക് തോന്നുന്നു ആള് ക്യാരക്ടറിന്റെ ഒരു ടൂൾ, അത് സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ആൾ ഉപയോഗിച്ച ടൂള് ആ സിറ്റുവേഷനെ ഏറ്റവും കൺവിൻസിംഗ് ആയിട്ട് നമ്മളെ എന്താ പറയാ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു തോന്നുന്നുണ്ട് ആളുടെ ഒരു, എനിക്ക് തോന്നിയ ഒരു സാധനം. ഇടയ്ക്ക് ചില സാധനങ്ങൾ പറയൂ കേട്ടോ, നീ ഒരു കാര്യം ചെയ്യും, അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, നീ ഒന്ന് എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ടേക്ക്, അങ്ങനെയൊക്കെ ചില സാധനങ്ങൾ അതിന്റെ ഇടയിൽ തരും. അപ്പൊ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. ഓക്കേ, തിയേറ്റർ പറയുമ്പോൾ തിയേറ്ററിൽ അത്രയും ഡീപ്പായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന സമയത്താണ് ഇതിലേക്ക് വരുന്നത്. ആൻഡ് ദിസ് ഇസ് എ ഫെസ്റ്റിവൽ. അപ്പോൾ തിയേറ്ററിൽ സാധാരണ പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ എക്സാജറേറ്റ് ചെയ്യണം, കുറച്ച് ലൗഡ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളത്. ഇതില് ഒരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീനും ആണ്. കാരണം ഇതിൽ ഡ്രാമയുണ്ട്. അതിന്റെ ഒരു ഇറ്റ്സ് നോട്ട് ലൈക്ക് റിയാലിറ്റിയില് അങ്ങനത്തെ നമ്മുടെ പെരുമാറ്റം ഒരു ബിഹേവിയർ എന്നുള്ള നിലയ്ക്കുമല്ല. സോ ഹൗ വാസ് ദാറ്റ്? അതിന്റെ ഒരു അത് എങ്ങനെയാ പിടിച്ചത്? അയ്യോ, വെരി ഡിഫിക്കൽട്ട്. അതായത് നമ്മളൊരു ഫോം ഒരു 10-12 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തതിന്റെ ഒരു ശീലം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പം ആ ശീലത്തിൽ നിന്ന് ബ്രേക്ക് ആവാൻ ഉള്ളൊരു സമയം ഞാൻ എടുത്തായിരുന്നു ശരിക്കും. അതായത് എനിക്ക് മനസ്സിലാവണുണ്ട് ഞാൻ ചെയ്യുന്നത് ഇച്ചിരി അപ്പാണല്ലോ എന്ന്. സിനിമയ്ക്ക് ഒരു അപ്പ് ആവശ്യമുണ്ട്, പക്ഷെ എന്റെ അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതൊക്കെ രാജേട്ടൻ ഭയങ്കര കൃത്യമായിട്ട് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും അത്തരം കാര്യങ്ങളൊക്കെ ആള്. എന്നാൽ അത് ഭയങ്കര ഡയറക്റ്റ്ലി ഒന്നും അല്ല ആള് പറയാ, എടാ നീ അത് ഒരു ലേശം ഒന്ന് കുറച്ചോട്ടോ എന്നൊക്കെ പറയുമ്പോ നമുക്കിങ്ങനെ എവിടെയാ കുറയ്ക്കണ്ടേന്നുള്ള ഒരു സാധനം മനസ്സിലാവും. നമുക്ക് ഓൾറെഡി ചിലപ്പോ ആ ഒരു പ്രാക്ടീസിന്റെ ധാരണ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാവാതെ തന്നെ ഭയങ്കര പെട്ടെന്ന് ഞാൻ ആ ട്രാക്കിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ട് ചിലപ്പോ ഫസ്റ്റ് അതെനിക്ക് ഇപ്പൊ സിനിമ കാണുമ്പോഴും ഞാൻ ഫസ്റ്റ് അഭിനയിച്ച 1-2 ദിവസത്തെ സീനുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും, ഓക്കെ ഇത് അതെന്റെ ഫസ്റ്റ് ടൈം സാധനങ്ങളാണ് എന്ന് അറിയാം. പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ജേർണിയിലാണല്ലോ, നമ്മൾ ഇവരുടെ കൂടെയാണല്ലോ നമ്മള്. പിന്നെ സ്ഥിരം സിനിമയുടെ ഒരു പാറ്റേൺസ് അല്ലെന്ന് എല്ലാവരും പറയുന്നു. നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോസസ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നമ്മൾ സ്വാഭാവികമായിട്ട് അതങ്ങോട്ട് മനസ്സിലാക്കുകയാണെന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഈ പറഞ്ഞ പോലത്തെ സജഷനിലും കൂടി വരുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നമുക്ക് സംശയം ഉണ്ടാവില്ല അതിന്റെ അകത്ത്. പക്ഷെ കുറച്ച് എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നില്ലെങ്കിലും അത് ഞാൻ ഓർക്കുന്നുണ്ട്, ആ മീറ്റർ മാറാൻ ഞാൻ എടുത്ത സമയം. അപ്പൊ അതുകൊണ്ട് അത് നിലനിൽക്കുന്നു. ഇതില് ഇപ്പൊ വർഷയെ സഹായിച്ചിട്ടുള്ള കുറെ തിയേറ്റർ ഹാബിറ്റ്സ് ഉണ്ടാവും. അപ്പൊ എനി തിയേറ്റർ ഹാബിറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ഹെൽപ്ഡ് ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട്? ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഇപ്പൊ സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഈ കണ്ടിന്യൂറ്റിയെ പറ്റിയിട്ട് സത്യത്തില് നമുക്ക് ഓൾറെഡി ഒരു പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു പ്ലേ 2 മണിക്കൂർ നിന്ന് ചെയ്യുകയാണല്ലോ. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളൊരു കണ്ടിന്യൂറ്റിയുടെ പ്രാക്ടീസും കൂടെ അതിനകത്ത് നടത്തുന്നുണ്ട്. അപ്പൊ അത് സിനിമയിലേക്ക് വന്നപ്പോ എനിക്ക് അതിനൊരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല എന്റെ സൈഡിൽ നിന്ന്.
അല്ലെങ്കിൽ ഒരാൾക്ക് നമ്മളോട് വന്നിട്ട് ഓക്കേടാ ഇത് ഇന്നത് എന്ന് പറയാൻ വളരെ കുറച്ച് സമയത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ കൂടുതൽ എനിക്ക് കണ്ടിന്യൂറ്റി ഒക്കെ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആ എക്സ്പ്രഷൻ ഇട്ട് കഴിഞ്ഞിട്ട് അതേ എത്ര സാധനവും എനിക്ക് ഒരുപാട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എത്ര ടേക്ക് പോവാണെങ്കിലും ഞാൻ എന്താണോ ഇട്ടത് അതെന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് നമ്മൾ കുറെ വർഷം കൊണ്ട് നമുക്ക് ശരീരത്തിൽ ഉണ്ടായി വന്നു. അത് തിയേറ്റർ ചെയ്യുന്ന എല്ലാവരുടെയും ഭയങ്കര കോറിനകത്ത് ആ തിയേറ്ററിലുള്ള എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യാട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈമിങ്ങിന് കാര്യം ചെയ്യുക. ഇപ്പൊ നമ്മള് പശുവിനെ കൊണ്ടുപോകുന്ന ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ, പശുവിന്റെ പുറകെ ഓടുന്ന. അപ്പൊ അത് ഭയങ്കര എനിക്കറിയില്ല, എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധനം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സീൻ വൺ ഓഫ് ദ റിസ്കിയസ്റ്റ് സീനാണെന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. ടെക്നിക്കലി ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവണേ പിന്നെ. അപ്പൊ ആ സമയത്ത് ആ സീൻ ചെയ്യാൻ ഞാൻ പശുവിന്റെ പുറകെ ഓടണം, എന്റെ മുകളിലൂടെ ക്യാമറ ഉണ്ട്, ഒരു 10-15 പേരാണ് ഈ ക്യാമറ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ടേക്ക് കൂടുതൽ പോകും തോറും ഇത് ഭയങ്കര എന്താ പറയാ, ഇതിന്റെ ഡേഞ്ചർ കൂടി വരും. ആൾക്കാര് ഹ്യൂമൻസ് ആണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പൊ അവരെ കൈമുറിയും കാലുമുറിയും, ഭയങ്കര ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ്. അപ്പൊ ഞാൻ ഇത് ശരിയാക്കി പറ്റുള്ളൂ, അതാണ് എന്റെ ടാസ്ക്. അപ്പൊ ഞാൻ പശുവിന്റെ പുറകെ ഓടണം, കയറ് പിടിക്കണം, എന്നിട്ട് കൃത്യം ഒരു തെങ്ങുണ്ട്, തെങ്ങിന്റെ പൊസിഷനിൽ ഞാൻ നിന്നിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ഔട്ട് ആവും. അപ്പൊ വീണ്ടും ഫസ്റ്റ് മുതൽ തുടക്കം മുതൽ ഓടണം. അപ്പൊ നമുക്ക് നമ്മളോട് ആ തെങ്ങിന്റെ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ആ തെങ്ങിന്റെ അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവാതെ നിൽക്കാൻ പറ്റുന്ന തരം ഒരു അങ്ങനത്തെ ഒരു ശരീരത്തിന്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട് നമുക്ക് ഓൾറെഡി തിയേറ്ററിൽ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ജെന്യൂൻ ആയിട്ട് അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് സഹായമാവുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് സിനിമയ്ക്കകത്ത് എന്നാണ് എനിക്ക് തോന്നണേ. രാജേട്ടൻ എന്ത് പറഞ്ഞു എനിക്കറിയില്ല. ഇത് പറയുമ്പോൾ ഏറ്റവും എന്ന് പറയാൻ പറ്റില്ല, ചലഞ്ചിങ് ആയിട്ട് എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും. ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ എന്തായിരുന്നു? ചലഞ്ചിങ് ആയിട്ടുള്ള സീൻ ചലഞ്ചിങ് ആയിരുന്നു, എന്നാൽ ഒരേ സമയം ഞാൻ ഏറ്റവും കൂടുതൽ ത്രില്ല് അടിച്ചിട്ടുള്ള സീനും ഈ പശുവിന്റെ പുറകെ ഓടുന്ന സീനാണ്. അത് അഡ്രസ് ചെയ്യാതെ അതെനിക്ക് ഭയങ്കര എന്താ പറയാ, അത് ആദ്യം നമ്മള് ഈ പശുവിന്റെ പുറകെ ഓടുന്ന പശു ചില സമയത്ത് ഭയങ്കര സ്പീഡിൽ ഓടും, ചില സമയത്ത് എന്റെ കാലിലൊക്കെ ചവിട്ടാൻ പാകത്തിന് ഓടും. അപ്പൊ നമുക്കിത് അറിയില്ല ഇത് ഓരോ സമയത്ത് എത്ര സ്പീഡിലാണ് ഓടുന്നതെന്ന്. അപ്പോ ഇത് സ്പീഡിൽ ഓടുന്ന സമയത്ത് ഞാൻ അതിന് പുറകെ പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ രാജേട്ടൻ എന്നോട് പറഞ്ഞു, എടാ നീ അതിന്റെ കയറ് പിടിക്കുന്ന പോലെയും കൂടെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ. നമ്മള് നെഞ്ചൊക്കെ ഹൃദയൊക്കെ പുറത്തു വന്ന് പിടിക്കും ഈ ഓരോ ടേക്ക് കഴിയുമ്പോ ഓടിയിട്ട് കിട്ടോ. അപ്പൊ രാജേട്ടൻ പറഞ്ഞു, നീ ആ കയറൊന്ന് എടുക്കാൻ ശ്രമിക്കോടാ, പറ്റോടാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഓക്കെ രാജേട്ടൻ മോണിറ്ററിൽ കാണുന്ന സമയത്ത് എനിക്ക് ആ കയറും കൂടെ പിടിക്കാൻ ടെൻഡൻസി കാണിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ അത് എന്താ പറയാ നമുക്ക് കൺവിൻസിങ് ആവുന്നുണ്ടാവുക. പിന്നെ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും വളരെ കുറച്ച് ടേക്കിൽ ഇത് ശരിയാക്കണം എന്നുള്ളതും ഉണ്ട്. ഇത് നമുക്കൊരു 10 രൂപ ടേക്ക് എടുത്ത് ശരിയാക്കാൻ പറ്റുന്ന സാധനമല്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ആകെ 5 ടേക്കിന്റെ അകത്തെങ്ങാണ്ട് അത് പോയിട്ടുള്ളതെന്ന് എന്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം പിന്നെ കയറും കൂടെ ചേർത്ത് പിടിക്കാനുള്ള ടെൻഡൻസി. അപ്പൊ ഞാൻ വീഴാനുള്ള സാധ്യത ഭയങ്കര, എനിക്ക് തന്നെ അറിയാം ഞാൻ ചിലപ്പോ ഏത് നിമിഷവും വീഴും എന്നുള്ള അത്രയും ഫാസ്റ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. പശു ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. ഇതിന്റെ പുറകിലെ കയറും കൂടെ എന്റെ പാവാടയാണ് ഫുൾ. അപ്പൊ ഞാനൊന്നും പാവാടിട്ട് ശീലമുള്ള ആളാണ്, നമ്മള് ഫുൾ പാന്റ് ട്രൗസർ അങ്ങനത്തെ സാധനം ആയതുകൊണ്ട് ഈ കോസ്റ്റ്യൂമും കൂടിയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ, പിന്നെ കൃത്യ തെങ്ങിന്റെ അവിടെ പോയിട്ട് നിൽക്കുകയും വേണം, പശു പോയത് അഭിനയിക്കുകയും വേണം. അങ്ങനെ കുറെ ടാസ്കുകൾ ഒരുമിച്ച് വന്നൊരു സീൻ ചോദിച്ചാൽ അതായിരിക്കും. പക്ഷെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞാൻ ചെയ്ത ഒരു മൊമെന്റ് അതും കൂടി പറയണല്ലോ. ഇപ്പൊ ചില സീൻസ് ഇപ്പൊ നേരത്തെ അതൊന്ന് പറഞ്ഞോളൂ, ഈ അമ്മയോട് ഈ സംഭവം പറയാം. അതായത് ഒരു ഓടി വന്ന് നിന്നിട്ട് ഒരു റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, റെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു പോസ് എടുക്കുന്ന സമയത്താണ് ആ സംഭവം പറയുന്നതും അതിന്റെ ഒരു എക്സ്പ്രഷൻ ഇടുന്നതൊക്കെ. സോ ആദ്യത്തെ ടേക്കിലായ എക്സ്പ്രഷൻ ആയിരുന്നോ അതോ ഇംപ്രവൈസ് ചെയ്ത് വന്നതാണോ? അതെനിക്ക് തോന്നുന്നു രാജേട്ടൻ അത് ഭയങ്കര ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തരും ഒരു സാധനം. എടാ ഇനി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ ഒക്കെ പോയി, അപ്പൊ നീ ഇങ്ങനത്തെ ഒരു സാധനം അമ്മയടുത്ത് അങ്ങോട്ട് പറഞ്ഞേക്ക്. എന്നിട്ട് അമ്മ ചോദിക്കുമ്പോ നിന്നോട് ചോദിക്കുക അതിന്റെ അർത്ഥം എന്താന്ന്, അപ്പൊ നീ എങ്ങനെ പറഞ്ഞു കൊടുക്കുക? നമുക്ക് അങ്ങനെ തുറന്ന് അമ്മയടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ നീ ഒരു സാധനം ഇട്ടോ, ഇങ്ങനെയൊക്കെയാണ് ആളതിനെ
അപ്പൊ എനിക്ക് സത്യത്തിൽ അത് എത്ര ടേക്ക് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതങ്ങനെ അത് ഭയങ്കര നമ്മളത് അഭിനയിക്കുകയാണ് എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടായിട്ട് ചെയ്തിട്ടുള്ള കാര്യം ആയിരുന്നില്ല അത്. ഞാനും എന്റെ അമ്മയായിട്ട് ചെയ്തിട്ടുള്ള വിജയലക്ഷ്മി അമ്മയും ഞങ്ങൾ തമ്മിലൊരു ഭയങ്കര സ്നേഹമുണ്ട്. നമ്മൾ ആ സിനിമയുടെ സമയത്ത് ഉണ്ടായി വന്നിട്ടുള്ള ഒരു വല്ലാത്തൊരു തരം ബോണ്ടിങ് ഉണ്ട്, അത് ഇന്നും ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ആ സീനിനെ കുറച്ചുകൂടെ ഓർഗാനിക് ആക്കാൻ സഹായിച്ചിട്ടില്ലെന്ന് തോന്നുന്നത്. ഞാൻ അങ്ങനെ ഭയങ്കര ടെക്നിക്കലി അവിടെ ഒന്നും പിടിച്ചിട്ടില്ല. ആ മൊമെന്റില് ആ സമയത്ത് നമുക്ക് എന്താണോ അപ്പൊ തോന്നിയിട്ടുണ്ടായിരുന്നത് അത് ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഒരു സാധനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ടൊക്കെ വന്നിട്ടുള്ള അത് എന്റെ ഒരു മാത്രം ഒരു ക്രെഡിറ്റ് അല്ല അത്. ശരിക്കും നമ്മളെ കൂടെയുള്ള എല്ലാ ആൾക്കാരും അത് സാധനം കൃത്യസമയത്ത് തരുമ്പോ ഉണ്ടായി വരുന്ന ചില പരിപാടിയാണെന്ന് തോന്നണേ. ഇപ്പൊ പറയുമ്പോ അത് രാജേഷ് തന്നെ ചെയ്യണതായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. ഐ മീൻ രാജേഷ് ഇങ്ങനൊരു സിറ്റുവേഷൻ രാജേഷ് എങ്ങനെയായിരിക്കും പറയണ്ടാവും ഒരു പക്ഷേ. അതെ അതെ അതുണ്ട് കേട്ടോ, അതിന്റെ സ്വാധീനം എന്തായാലും ഉണ്ട്. എനിക്ക് തോന്നുന്നു രാജേഷേട്ടനോട് പറഞ്ഞിട്ടും ഉണ്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുന്നു. എനിക്ക് ഇങ്ങനെ കൃത്യമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഇപ്പൊ ഇങ്ങനെ പറയുമ്പോ ആ രാജേഷ് അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം ചില സീൻ ചെയ്യുന്ന സമയത്ത് ഓഫ്കോഴ്സ് അതിന്റെ സിറ്റുവേഷൻ പറയും, പക്ഷെ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ ഇതിങ്ങനെ വേണോ, ഇതിന്റെ ഇത് പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യണം, അതിന്റെ ഒരു മോഡുലേഷൻ. ടെക്സ്റ്റില് എനിക്ക് അത്ര ഡൗട്ട് ഉണ്ടായിട്ടില്ല. കാരണം ഞാനും പാലക്കാട് തന്നെയുള്ള ആളായതുകൊണ്ട് അതിന്റെ അകത്ത് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. സീനില് ഡൗട്ട് എന്ന് പറയുന്ന ഒരു സാധനമല്ല. നമ്മളെ മറ്റേ മുൻസിന്റെ ആയിട്ടുള്ള ഒരു സീനില്ലേ, ഞാനും ആ പയ്യനും തമ്മിലൊരു ചെറിയ കോൺവെർസേഷൻ സാധനമില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ചുകൂടെ അഭിനയിക്കണായിരുന്നു അവിടെ. എന്റെ ഒരു പേഴ്സണൽ സാധനം കേട്ടോ. അപ്പൊ എനിക്ക് ആ ഒരു അവനോടുള്ള ഒരു സാധനം അങ്ങനെ ആ ഡയലോഗ് കഴിഞ്ഞ് പുറത്തേക്ക് നടന്നു വരുന്നത് എന്നെ സംബന്ധിച്ച് അത് ഇത്തിരി കൂടി വേണല്ലോ, ഇത് ശരിയായില്ല എന്നുള്ള ഒരു സാധനത്തിലാണ് ഞാൻ. ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നു കേട്ടോ. ഇനി എനിക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ഓർമ്മ വരുമെന്ന് അറിയില്ല. ഇപ്പൊ എനിക്കത് അങ്ങനത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഇത് ഇങ്ങനെ ചെയ്താൽ മതിയോ, ഇത് കുറച്ചും കൂടി വേറൊരു സാധനം കൂടി, ഇങ്ങനെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് രാജേട്ടൻ പെട്ടെന്ന് അത് ഓക്കെ ടേക്കായി. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര ഡൗട്ടായിരുന്നു, ഇത് ശരിയായോ, അത് ഓക്കെ ആയോ. അപ്പൊ ഞാനിങ്ങനെ എനിക്ക് അങ്ങനെ പോയി ഞാൻ പിന്നെ മോണിറ്ററിൽ കാണില്ല, എനിക്ക് ഭയങ്കര മടിയാണ് മോണിറ്ററിൽ കാണാൻ. എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്ന്. പക്ഷെ ഞാൻ കൂടുതലും രാജേട്ടൻ എന്താണോ പറയണേ അതിലാണ് കൂടുതൽ കൊടുക്കാറ്. കാരണം മോണിറ്ററിൽ നോക്കുമ്പോ നമുക്ക് വേറൊരു തരത്തിലോ അത് വേണ്ടാന്ന് തോന്നി, എനിക്കത് പറയാറില്ല. അപ്പം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, അത് മതിയോ, അത് ശരിയായില്ല എന്നൊക്കെ ചിന്തയായിരുന്നു. രാജേട്ടനോട് വെച്ചപ്പോ രാജേട്ടൻ ഇങ്ങനെ എടാ കുഴപ്പമില്ലടാ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞു. പിന്നെ ആൾക്ക് ഓക്കെയാണ് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക്. പക്ഷെ ആളോട് പറയും ചെയ്തിട്ടോ, നിനക്ക് ഓക്കെ അല്ല, നിനക്ക് ഒന്നുകൂടി ചെയ്യണം എന്നൊക്കെയുള്ള തോന്നുന്ന സാധനങ്ങൾ നീ എന്നോട് പറയണം. അപ്പൊ ഞാൻ ഇത് ഓക്കെ ആണോ, ഞാൻ ഇപ്പൊ ചെയ്ത് ഓക്കെ ആണോ ചോദിച്ചു. ആൾ ഓക്കെ ആണെന്നും പറഞ്ഞു. ആ ഓക്കെ ആണെന്ന് എനിക്ക് സിനിമ കണ്ടപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. അതൊരു തരി കൂട്ടി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ അത് ഭയങ്കരമായിട്ട് അവിടെ അങ്ങ് പതിഞ്ഞു പോയേനെ ആ സീൻ. എന്താണെന്ന് അറിയാത്തൊരു ഇമോഷനിലൂടെ കടന്നു പോകുന്ന തന്നെ അതിന്റെ ഒരു ഭംഗി. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അന്ന് ആൾ ഓക്കെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായത്. അത്തരത്തിലുള്ള ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് അവരുടെ എന്തെങ്കിലും ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഒരുപാട് പേര് സിനിമ കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ഒരുപാട് പേര്. എല്ലാവർക്കും സന്തോഷമാണ് ഭയങ്കര. ഭയങ്കര സന്തോഷമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഭയങ്കര പേഴ്സണലി ഭയങ്കര സ്നേഹത്തിൽ വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മൾ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത്ര പ്രൗഡ് ഫീലിംഗ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു മീഡിയ അല്ലല്ലോ അത്, അങ്ങനെ അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനം അല്ലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ച് ഞാൻ കുറെ വർഷമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അവളെന്തോ ചെയ്യുന്നു എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു സിനിമ വന്നപ്പോഴാണ് നമ്മൾ 10-12 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി അവർ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഒരു സിനിമ വന്നപ്പോ അവർ അംഗീകരിച്ചു എന്ന് പറയില്ല. അത് നല്ലതായിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മള് ജീവിച്ചിരുന്ന നാട്ടില് എന്റെ ഭാഷ സംസാരിക്കുന്ന ഒരു കഥാപാത്രം ആദ്യ സിനിമയിൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത് കുറെ എന്താ പറയാ
കുറെ നല്ല മൊമെന്റുകൾ ഇങ്ങനെ ഒരുമിച്ച് വന്ന പോലത്തെ ഒരു ഫീലിംഗാ. എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാരുടെ കൂടെ പോയിട്ട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ സ്ലാങ്ങിൽ ഒരു സിനിമ ഞാനും കൂടെ അഭിനയിച്ചത് അവരുടെ കൂടെ ഇരുന്ന് കാണാന്നൊക്കെ പറയണത് എന്താ പറയാ, അതൊക്കെ ഭയങ്കര ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ നല്ല സമയങ്ങളാണ്. കൂട്ടുകാരും കേട്ടോ, ഡ്രാമയിലുള്ള എല്ലാ ആളുകളും ഒരുപാട് പേര് എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷം, എല്ലാവർക്കും സിനിമ ഇഷ്ടാവുന്നു, അതിലൊരു പോർഷനിൽ എന്നെ ഇഷ്ടാവുന്നു എന്നുള്ളതില് ഭയങ്കര സന്തോഷം. ഇപ്പൊ ഈ ഒരു ക്യാരക്ടർ ചെയ്തു, ഇനി അത് ഏറ്റവും സ്യൂട്ട് ആയിട്ടും ഉണ്ട്. ലൈക്ക് ആ ഒരു കഥാപാത്രം ഇപ്പൊ ഞാൻ വർഷം ഇങ്ങനെ കാണുന്നതും ആ കഥാപാത്രം കാണുന്നതും ടോട്ടലി എൻറ്റയർലി ഡിഫറെന്റ് അപ്പിയറൻസ് ആണെങ്കിലും പെർഫോമൻസ്, ഐ മീൻ എല്ലാത്തിനും ഐ മീൻ ഭയങ്കര എന്താ പറയുക ചടുലതയുള്ള ഒരു ക്യാരക്ടർ കൂടെ. അപ്പൊ ഏത് തരം ക്യാരക്ടേഴ്സ് ഇപ്പൊ എല്ലാത്തിലേക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റും തിയേറ്റർ ചെയ്തിട്ടുള്ള ഒരാൾക്ക്. പക്ഷെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് അത് ചെയ്താൽ വാവ് എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും, അങ്ങനത്തെ തോന്നുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ക്യാരക്ടർ എന്നുള്ള പോലെ പറയാൻ എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. പക്ഷെ ഒരു എനർജി, നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി, എന്റെ ഉള്ളിൽ എനർജി ഉണ്ട്. അത് ഇച്ചിരി ഹൈപ്പർ ആയിട്ടുള്ള എനർജിയാണ്. എനിക്ക് സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും, പക്ഷെ എന്റെ കോറിൽ കിടക്കുന്ന എനർജി ഹൈപ്പറാ. അപ്പൊ ആ ഹൈപ്പർ ആയിട്ടുള്ള സാധനങ്ങള് അത് ഉള്ള കഥാപാത്രങ്ങളൊക്കെ വരികയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് അതിനെ പറ്റി തോന്നണേ. പക്ഷേ എല്ലാം ചെയ്യൂട്ടോ. എല്ലാം പറ്റണം എന്നാ എന്റെ ആഗ്രഹം. പക്ഷെ ബേസിക്കലി നമുക്കൊരു ഋതു ഉണ്ടാവുമല്ലോ, എല്ലാ മനുഷ്യർക്കും അവരവരുടായിട്ടുള്ള ഒരു താളം ഉണ്ടല്ലോ. ആ താളത്തിന് ഒത്തുപോകുന്ന ഒരു കഥാപാത്രം അത് എന്താണെങ്കിലും അത് ആ താളമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുന്ന എനിക്ക് തോന്നണേ. ഇല്ല, ഇനി മോശമാക്കാനും മതി. അതേസമയം ഇതില് ഓൾമോസ്റ്റ് ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷെ ഒരു ലീഡ് റോൾ എന്നൊക്കെ നമുക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു പിവോട്ട് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അങ്ങനത്തെ സംഭവങ്ങള് ക്യാരക്ടേഴ്സ് വരുമ്പോ എടുക്കുന്ന അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രഷർ ഉണ്ട്? ലൈക്ക് ഇപ്പൊ തിയേറ്ററിലാണെങ്കിലും നമ്മൾ കേന്ദ്ര കഥാപാത്രം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് നമുക്ക് അതിനൊരു അഡീഷണൽ പ്രഷറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ ക്യാരക്ടർ വരണോ, നമ്മളെ ക്യാരക്ടർ പ്ലേ ചെയ്യണോ, അങ്ങനെയാണോ? ലീഡ് റോൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഉത്തരവാദിത്വം കൂടുതൽ വരും. അത് സ്വാഭാവികമാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും ഉത്തരവാദിത്വം ഉണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ. പക്ഷെ ലീഡ് റോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇച്ചിരി കൂടുതലാണ്. കാരണം നമ്മളിലൂടെ കൺവേ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പം അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവണം. നമ്മൾ നിൽക്കുന്ന സ്ഥലം, നമ്മൾ ചെയ്യുന്ന പരിപാടിക്കകത്ത് ഓക്കെ എനിക്ക് ഇന്ന റെസ്പോൺസിബിലിറ്റി ഈ ക്യാരക്ടറിനുണ്ട്, ഇതൊക്കെ എനിക്ക് ആ ക്യാരക്ടറിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് ലീഡ് റോൾ നമ്മളെ കൊണ്ടെത്തിക്കും. പക്ഷെ സെയിം ടൈം നമ്മൾ ഏറ്റവും ചെറിയ റോൾ ചെയ്യുന്ന സമയത്തും ഇതിന്റെ തന്നെ വേറെ ഷെയ്ഡിലുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. ഷെയ്ഡ്സിന് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏത് കഥാപാത്രം ചെയ്യുന്ന സമയത്തും അതുണ്ട്. അതില്ലാതെ നമുക്ക് ചെയ്യാൻ ജസ്റ്റ് പറ്റില്ല എന്ന് എനിക്ക് തോന്നണേ. ഞാൻ നാടകം ചെയ്യുന്ന സമയത്ത് ഞാൻ തേനീച്ചയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, മതിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തോന്നും അവർക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആ പ്ലേക്ക് കൊടുക്കാനുള്ളത്. പക്ഷെ ആക്ച്വലി ആ മൊമെന്റിനെ, നമ്മൾ നിൽക്കുന്ന ആ മൊമെന്റിനെ എൻഹാൻസ് ചെയ്യാൻ അതായിരിക്കും ചിലപ്പോൾ അവർ ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൂഡ് ഭംഗിയിൽ ഏറ്റവും നല്ല മതിലായിട്ട് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് അപ്പൊ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ട്. പക്ഷെ ലീഡ് കഥാപാത്രങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചധികം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ആ കഥാപാത്രം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ആ കഥ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ. ഡയറക്ഷൻ ആണ് പഠിച്ചത്. അപ്പോ തിയേറ്ററിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വേറൊരു, ഇപ്പൊ ഈ പറയുന്ന മതിലായിട്ട് നിൽക്കാന്ന് പറയുമ്പോഴും അവിടെ ഏറ്റവും ആക്റ്റീവായിട്ട്, അതായത് ആളുകളെ ഓരോ നിമിഷവും ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ തിയേറ്ററിന്റെ ഒരു പൊതുവെയുള്ള ഒരു രീതി. അങ്ങനെ സങ്കല്പിക്കാൻ പറ്റും ഇപ്പോ പെണ്ണും പൊറാട്ടിന് ഒരു ഡയറക്ടോറിയൽ പോയിന്റ് ഓഫ് വ്യൂല്? ഞാൻ രാജേഷ് ഏട്ടൻ ഡയറക്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരാളാ. കാരണം നമുക്ക് ഇഷ്ടം പോലെ പഠിക്കാനുണ്ടാവും, ഇഷ്ടം പോലെ നമുക്ക് അതായത് നമുക്കൊരു പുതിയ വിഷൻ തരുന്ന ആളുകളുണ്ടല്ലോ ലൈഫില്.
ഇങ്ങനെ കാണാം, ഓ ഇങ്ങനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ആളുടെ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ അങ്ങനെ എനിക്ക് സീനില്ലാത്ത സമയത്ത് പോലും ഞാൻ അത് ഹാൻഡിൽ ചെയ്യുന്നത് കാണാൻ പോയി നിൽക്കുന്ന ഒരാളാ. ചിലപ്പോ എന്നെ പറഞ്ഞു വിട്ടിട്ടൊക്കെ ഉണ്ട്. അവരല്ല, മറ്റേ ലൈറ്റ് യൂണിറ്റും മറ്റേ അവിടുത്തെ സ്പേസിൽ വേണ്ടാത്ത ആൾക്കാരെ പറഞ്ഞു വിടുന്ന പോലെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ ആൾക്കൊരു അടിസ്ഥാനപരമായിട്ട് ആളൊരു നാടകക്കാരനായതുകൊണ്ടേ ആ തിയേറ്ററിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് ആളുടെ എല്ലാ പരിപാടികൾക്കും. അപ്പം ആളൊരു സീൻ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ടെക്നിക്കൽ മാത്രമൊന്നുമല്ല, അതിനകത്ത് തിയേറ്റർ ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഭയങ്കര നല്ല രസമുള്ള ഒരു കാഴ്ചയാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു സീൻ എന്ന് പറയുന്നത് മറ്റേ നമ്മളെ കല്യാണ വീട്ടില് പയറ്റ് വീട്ടിൽ ഇവര് കുമ്പളങ്ങ കൈമാറുന്ന ഒരു പരിപാടിയില്ലേ, അത് എന്തൊരു ബ്യൂട്ടിഫുൾ തിയേറ്ററിക്കൽ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണല്ലേ അത്. ഞാൻ എന്നിട്ട് അന്നത്തെ ദിവസം ഷൂട്ട് ചെയ്യേണ്ട രാജേഷേട്ടന് മെസ്സേജ് അയച്ചിരുന്നു, രാജേഷേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷായി, എന്ത് രസാണ് ആ സീൻ. അതൊക്കെ ചിലപ്പോ നമ്മളങ്ങനെ ഭയങ്കര ഡയറക്ടർ വ്യൂവിൽ നിന്ന് കാണുന്ന ആയിരിക്കില്ല ഇതൊന്നും, പക്ഷെ നമ്മുടെ ഉള്ളിലെ ഡയറക്ടറിനെ ആയിരിക്കും ഇതൊക്കെ കൊണ്ട് ടച്ച് ആവുന്നുണ്ടാവുക. അതേപോലെ അവിടെ ഒരു പന്തലില്ലേ, മറ്റേ കുറെ ആ കല്യാണ പന്തൽ ശ്രദ്ധിച്ചിട്ടില്ലേ, കുറെ ആളുകളുടെ പടങ്ങളാ. അപ്പൊ ചാരുവിന്റെ അച്ഛന്റെ കഥാപാത്രം ദാസേട്ടൻ ഒരു സമയം കഴിഞ്ഞ് വയലന്റ് ആവുമ്പോ ആള് വാളുകൊണ്ട് ഇതെല്ലാം കീറും ആ പന്തല് മുഴുവൻ. അത് കഴിഞ്ഞിട്ടാണ് ഇവർ തീരുമാനിക്കുന്നത് അവർക്ക് ഒരുമിച്ച് കല്യാണം നടത്താം. അപ്പൊ നിങ്ങക്ക് നോക്കിയാൽ മനസ്സിലാവും ആ പന്തലിൽ കീറിയ ഭാഗം എല്ലാം തുന്നി വെച്ചിട്ടുണ്ടാവും മനുഷ്യന്മാരെ. അപ്പൊ മുഖമൊക്കെ ഇങ്ങനെയൊക്കെ തുന്നി വെച്ച് കാണും. വളരെ ചെറിയ ഡീറ്റെയിൽ ആണ്, പക്ഷെ ആ ഡീറ്റെയിൽ നമ്മളുടെ ഉള്ളിൽ തരുന്ന ഒരു പുതിയ അറിവുണ്ടല്ലോ. ഏതൊരു ഒബ്ജക്റ്റിനെയും ഉപയോഗിക്കാൻ, ഏതൊരു പ്രോപ്പർട്ടിനെയും അതിനെയും കഥയുടെ ഭാഗമാക്കാൻ, അങ്ങനെ ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകൾ എനിക്ക് ആ സിനിമ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് ഞാൻ ഒറ്റൊരു പേഴ്സ്പെക്റ്റീവിലല്ല കേട്ടോ ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നതന്നെ. നമ്മളൊരു ആസ്വദിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് എന്നെ അത് എല്ലാ തരത്തിലും സ്വാധീനിച്ചിട്ടുണ്ട്. ചിലപ്പോ എന്റെ ഡയറക്ഷനിലും ഉറപ്പായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടാവും. അങ്ങനെ കുറച്ചും കൂടി ഇപ്പൊ ഈ തിയേറ്റർ പഠിക്കുന്ന ഒരാള്, ഡയറക്ഷൻ പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കുറച്ചും കൂടിയൊക്കെ ഈ പെണ്ണുമ്പ്രാട്ടിനെ കുറിച്ച് ഓർക്കുമ്പോ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ? തിയേറ്റർ പഠിച്ച ഒരാള് എന്നൊക്കെയുള്ള ഒരു പെർസ്പെക്റ്റീവിന്റെ അപ്പുറത്തേക്ക് ഭയങ്കര അടിസ്ഥാനപരമായിട്ട് ആളുകൾക്ക് നല്ലത് വരണം, ആളുകൾ സന്തോഷിക്കുമ്പോ നമ്മൾ കൂടെ സന്തോഷിക്കുക എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും വേണം. ആ ഒരു നിലയിലൊക്കെ ഞാൻ ഈ സിനിമ ആലോചിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഒരു വല്ലാത്തൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമ ഇത്, ആ രീതിയിൽ ഞാൻ ആലോചിക്കുമ്പോൾ. കാരണം പാലക്കാടിന്റെ നാട്ടുംപുറത്ത് പണിയെടുത്ത് അത്രയും 10-40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങനെ വേറൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ള ചിന്തകളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയില്ല, പ്രത്യേകിച്ച് എനിക്ക് എന്റെ അമ്മയെ അറിയാം. എനിക്കറിയാം എന്റെ അമ്മ ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനെ പറ്റി ഒന്നും ആലോചിക്കാൻ പോകുന്നില്ലെന്ന്. ഒരു ചെറിയ ചിന്തകളിൽ പോലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു നാട്ടില്, അങ്ങനത്തെ ഒരു ഗ്രാമത്തില് ഇവര് കുറച്ചുപേര് പോയി, ഇവര് കുറച്ച് ആൾക്കാരെ കളക്ട് ചെയ്ത് പിടിച്ച് അവരെ പരിപാടികളിലൂടെ കടത്തിവിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടല്ലോ. അതിൽ ഒരുപാട് മനുഷ്യർ എനിക്ക് ഇപ്പോഴും വളരെ പേഴ്സണലി ഞാൻ എന്റെ ആണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ കൂട്ടത്തില്. അപ്പൊ അവരുടെയൊക്കെ ഒരു സ്ഥലത്ത് നിന്നുള്ളവരുടെ ഒരു ഗ്രോത്ത് ഞാൻ കാണുമ്പോൾ പേഴ്സണൽ ലൈഫിലും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിക് ലൈഫിലും അവരുണ്ടാക്കിയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ സിനിമ വഴി നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ഒരേ സമയം ഭയങ്കര നമ്മൾ ഇതിന്റെ ഭാഗമാണല്ലോ, എനിക്കും ഇതിനകത്തൊരു ഭാഗമാവാൻ പറ്റിയല്ലോ, ഇങ്ങനെ ഒരു നല്ല സിനിമ ഉണ്ടായി വന്നല്ലോ എന്നുള്ളതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഞാൻ അതിൽ ഓരോ ആളുകളെ ആലോചിച്ച് ഞാൻ ഭയങ്കര പ്രൗഡാണ്. അവരെല്ലാവരെയും എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരെ എല്ലാവരെയും. ഞാൻ എല്ലാവരുടെ അടുത്തും വർത്താനം പറയുന്ന എല്ലാവരോടും എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കണേ. അല്ലാതെ ആൾക്കാരുണ്ടാവും എനിക്കറിയില്ല. അപ്പം ഇവരിങ്ങനെ ഇവോൾവ് ആവുന്ന നമുക്ക് കാണാൻ പറ്റും. ഇവര് തുടക്കത്തിലൊക്കെ ഇവരിങ്ങനെ ട്രാക്ക് മാറി പതുക്കെ ഇവര് അവര് പോലും അറിയാതെ അവര് മെത്തേഡ് ആക്ടിങ്ങിലേക്കാ കയറണേ. ഇവര് സെറ്റ് കഴിഞ്ഞാലും മറ്റേ അന്നത്തെ ദിവസം പാക്കപ്പ് വിളിച്ചാലും വൈകിട്ട് വണ്ടിയിൽ വീട്ടിൽ പോകുന്ന സമയത്ത് കഥാപാത്രങ്ങളുടെ തല്ലുപിടിക്കൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളിത് കാണുമ്പോ അപ്പൊ നമ്മള്
ശരിക്കും നമ്മള് പഠിക്കുക എന്ന് പറയുന്നത് നമ്മളെ കുറച്ച് റിഫൈൻഡ് ആക്കും, അത് ശരിയാണ്. പക്ഷെ അതേസമയം നമ്മൾ കുറെ ഫേക്ക് ആയി പോകും, എവിടേക്കോ നമ്മള് ഭയങ്കര ടെക്നിക്കൽ ആയി പോകുന്ന എനിക്ക് തോന്നാറുണ്ട്. അത് നല്ലതുമാണ്, ഒരേ സമയം നമ്മളിങ്ങനെ ചില സാധനങ്ങൾ മിസ് ചെയ്യും ലൈഫിൽ. അപ്പൊ ഇവരെയൊക്കെ അങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഓ വാവ്, എന്ത് അടിപൊളിയായിട്ട് ഈ മനുഷ്യന്മാര് ഓരോ കഥാപാത്രങ്ങളെ കൊണ്ട് നടക്കുന്നത്. അത് അതിലും ഭംഗിയായിട്ട് അതിനെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ രാജശേഖരൻ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ്. നമ്മൾ ലൈഫിൽ അങ്ങനെ മിസ് ചെയ്യാൻ പാടില്ല. നമുക്ക് ഇങ്ങനത്തെ പരിപാടി കിട്ടിയ നമ്മളെ പിടിച്ചോണം. നമുക്ക് അതിന്റെ നമ്മൾ അതിന്ന് ആ സിനിമ എത്ര സക്സസ്ഫുൾ ആയിട്ട് തിയേറ്ററുകളിലൂടെ എത്ര പേര് കണ്ടു, നമ്മൾ എത്രത്തോളം അത് കഴിഞ്ഞിട്ട് സിനിമ ചെയ്തു, നമുക്ക് എത്ര പൈസ കിട്ടി എന്നൊക്കെ ഉള്ളതൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമല്ല. ആ സമയത്ത് അതിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളി മുഴുവനും നമുക്ക് നമ്മളെ കണ്ണുകൊണ്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതിൽ പരം ഒരു സന്തോഷം എനിക്ക് ലൈഫിൽ വേറെ ഇല്ല. അതെന്റെ ആർട്ടിസ്റ്റിക് ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജേണിയേക്കാൾ കൂടുതൽ അത് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷം. അത് അതിലകത്ത് ആർട്ടിസ്റ്റിക് ലൈഫ് ഉണ്ട്, പക്ഷെ അതല്ല ഓവർ പവർ ചെയ്യണേ. എന്റെ ഉള്ളില് ഭയങ്കര നന്മയുള്ള ഒരു മനുഷ്യനെ കൂടുതൽ നന്മയുള്ളതാക്കാൻ ഇങ്ങനെ കുറെ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം. ചില സിനിമകളുടെ സീൻസ് അത് ഇമോഷണൽ ആവണമെന്നില്ല, അത് ഏറ്റവും സത്യസന്ധമായിട്ട് ചെയ്ത് ഔട്ട്പുട്ട് കാണുമ്പോൾ സിനിമ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കണ്ണ് നിറയും. അതേപോലെ എനിക്ക് ഇത് പറയുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഐ മീൻ സോ യാ, വെരി വെൽ സെഡ്. എല്ലാ ആശംസകളും, ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ, പെർഫോം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ, ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല നല്ല കോൺവെർസേഷൻ ആയിരുന്നു. ഞാൻ പൊതുവെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്, എനിക്ക് അങ്ങനെ അറിയില്ല എനിക്ക് സംസാരിക്കാൻ. അപ്പൊ ചില ആൾക്കാർ നമ്മളെ കംഫർട്ടബിൾ ആക്കുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കാനുള്ള ഒരു തിയേറ്റർ പഠിച്ചു എന്നേ ഉള്ളൂ, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഏരിയ ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ ഇങ്ങനെ ഒരു ചേട്ടന്റെ കൂടെ സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷം. നമുക്ക് അറിയുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് നമ്മളൊരു എന്താ ശരിക്കും നേരിട്ടായിരുന്നു സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാര്യം ചോദിക്കാൻ വിട്ടു, അതായത് തിയേറ്റർ എപ്പോഴാണ് മനസ്സിൽ കയറിയത്? പഠിക്കുന്ന കാലത്താണോ? കാരണം ഇതൊരു ടഫ് ഡിസിഷൻ അല്ലേ? കാരണം നമുക്ക് അറിയില്ല ഇതിന്റെ ഒരു ഫ്യൂച്ചർ എന്താന്ന്. പ്രത്യേകിച്ച് ഈ കാലത്ത് ഇനിയിപ്പോ AI ഫിലിം വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഐ മീൻ ഇറ്റ്സ് നോട്ട് എ ഈസി ഡിസിഷൻ ടു പെർസ്യൂ തിയേറ്റർ. അപ്പോ അത് എപ്പോഴായിരുന്നു ആ ഒരു ഡിസിഷൻ എടുത്ത്? ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നു. നന്നായിട്ട്, അത് ചിലപ്പോ എന്റെ അച്ഛൻ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരാളായിരുന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ പുസ്തകം വായിക്കുകയും ഡയറി എഴുതുകയും കുഞ്ഞു അച്ഛൻ കവിത എഴുതും കുറച്ച്. അപ്പം അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ കുഞ്ഞുകാലം മുതലേ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വലുതായപ്പോ കുറച്ചും കൂടി സ്പ്രെഡായി. അതായത് സ്കൂളിലൊക്കെ പഠിക്കാൻ അങ്ങനെ സ്കൂള് +1 +2 അവിടെയൊക്കെ എത്തിയപ്പോഴേക്കും ഞാൻ ഭയങ്കരമായിട്ട് കുറച്ച് പാട്ട് പാടും ഞാൻ. അപ്പൊ പാട്ട്, ഡാൻസ്, കഥാപ്രസംഗം, മറ്റേ ഈ പറഞ്ഞ മാതിരി ഒരു ഫോം പഠിച്ചിട്ടില്ലേ, ക്ലാസിക്കൽ ഫോമുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൃത്യം ഒന്നിന്റെ അണ്ടറിൽ പോയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എല്ലാം ചെയ്യുമായിരുന്നു. അതെന്തോ എനിക്ക് അങ്ങനത്തെ എന്തോ അതിന്റെ അകത്തുനിന്ന് ഒരു ആത്മരതി ഉണ്ടായിരുന്നു എനിക്ക് എല്ലാം ചെയ്യുന്നതിനകത്ത്. അപ്പം കോളേജിലേക്ക് വന്നപ്പം എന്നോട് നമ്മളൊരു കൂട്ടുകാരുണ്ട്, അജിത്തേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അജുവേട്ടൻ പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു നാടകത്തിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട് ഇവിടെ, നീ ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത്രയും കാലം എനിക്ക് നാടകം എന്റെ ലൈഫില്ല. ഞാൻ അങ്ങനെ ചെറുപ്പത്തിൽ ഭയങ്കര കലാപരമായിട്ടുള്ള ഒരു സമൂഹം അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും വന്ന ആളല്ല. എന്റെ നാട്ടിലൊന്നും അങ്ങനെ അത്ര നാടകം ഉള്ള ഒരു സ്ഥലമൊന്നും അല്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നാടകത്തിലേക്ക് നാടകത്തിന് പോവാ, എന്നാ പോയി നോക്കാം എന്നുള്ള ഒരു മൂഡിലാണ് ഞാൻ പോയെ. 2 ദിവസം ആഴ്ചയില് വർക്ക്ഷോപ്പ്, ശനി ഞായറും. രവിയേട്ടനാണ് എടുക്കുന്നത്. ഫസ്റ്റ് ദിവസത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോ എനിക്ക് ജസ്റ്റ് സിംപ്ലി എനിക്ക് ഇഷ്ടമായി. ഞാൻ എന്നെ ഡിസ്കവർ ചെയ്തു എന്ന് പറയൂലേ. കാരണം നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായപ്പോ, ഞാൻ വിക്ടോറിയ കോളേജിലാണ് പഠിച്ചത്. ഞാൻ ആദ്യം പഠിച്ചത് BA ലിറ്ററേച്ചർ ആണ്, മലയാളം. ആ സമയത്താണ് ഞാൻ നാടകത്തിലേക്ക് എൻ്റർ ആവണേ. അപ്പൊ എനിക്ക് ഇഷ്ടമായി. ഞാനിങ്ങനെ എന്നെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് കിട്ടി എന്റെ ലൈഫില്.
പിന്നെ എനിക്ക് അതിന് ഒരു തിരിച്ചു വരവ് എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ആ വഴിക്ക് ഞാൻ അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ ഇന്നും ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ടേണിംഗ് പോയിന്റ് എനിക്ക് വന്നത്. ഞാൻ ഭയങ്കര, പക്ഷെ എന്നെ അറിയുന്ന ടീച്ചേഴ്സ്, എന്നെ ചെറിയ കാലത്ത് കുട്ടിക്കാലത്ത് പഠിച്ച ടീച്ചേഴ്സ് എന്നെ ഇപ്പൊ കാണുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നാടകത്തിലാണ്, ഞാൻ തിയേറ്ററാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനത്തെ എന്തോ ഒരു പരിപാടിക്ക് പോകുന്ന എനിക്ക് അറിയുന്നതിന് മുന്നേ അറിഞ്ഞ ആളുകളുണ്ട് എന്റെ ജീവിതത്തില്. ഞാനാണ് കുറച്ച് വൈകിപ്പോയത്. അപ്പോ അങ്ങനെ നാടകത്തിലേക്ക് അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെ തിരിച്ചു പോവാനോ വേറൊന്ന് പഠിക്കാനോ അത് പറ്റിയില്ല. പിന്നെ സന്തോഷമുണ്ട് പറ്റാത്തതില്. ഇനി എനിക്ക് പറ്റണ്ട. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ, നന്നായി ഫോക്കസ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, താങ്ക് യു സോ മച്ച്. Let's find the stories that we need to hear and make the path ahead feel bright and clear. Every voice can spark a brand new flame. On Media Mathamgi, we share the game. Inspiring journeys start with just one thought. See all the wonder that connection brought. Come on.